ദീപക് മോഹൻ ഇപ്പോൾ സ്ഥലത്ത് നിന്നും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക് മോഹൻ, മോർണിംഗ് ദീപക്. ആ കാഴ്ചകൾ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഇന്നലെ കിളിമാനൂരിൽ നമ്മളുടെ പ്രതിനിധി TV പ്രസാദ് പോയി കാണിച്ച ദൃശ്യങ്ങൾക്ക് സമാനമാണ്. ഏറെക്കുറെ വ്യത്യസ്തമാണ് കേസെങ്കിൽ പോലും. പക്ഷേ ധാരാളം ഫണ്ടുകൾ വരുന്നുണ്ട് ഇവരുടെ പേരിൽ. ഇവരുടെ വികസനത്തിന് വേണ്ടി സർക്കാർ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ പദ്ധതി ഒന്നും ഇവരുടെ നാടുകളിൽ ഈ ഉന്നതികളിലേക്ക് കയറി എത്താറില്ല. ആ കണ്ട കാഴ്ചകൾ എത്രത്തോളം ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്നതാണ്, ഗൗരവമേറിയതാണ് ദീപക്. അരുൺകുമാർ, സമ്പൂർണ്ണ ശുചിത്വമായ സുൽത്താൻ ബത്തേരി നഗരത്തിനകത്തുള്ള മാനിക്കുനി ആദിവാസി പണിയ ഉന്നതിയിലെ ദൃശ്യങ്ങളാണത്. സുൽത്താൻ ബത്തേരി നഗരസഭാ കാര്യാലയത്തിൽ നിന്നും മീറ്ററുകൾ മാത്രം അകലെയുള്ള ആദിവാസി ഉന്നതിയിലെ മനസ്സിനെ പിടിച്ചുലച്ച ദൃശ്യങ്ങളാണ്. ഞങ്ങൾ ആ ഉന്നതിയിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ അതുപോലെ തന്നെ പകർത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ആ കയറി ചെല്ലുന്ന സമയത്താണ് ആദ്യം ശ്രീദേവിയുടെ വീടുള്ളത്. ശ്രീദേവിയുടെ വീട്ടിൽ 11 ആളുകളാണുള്ളത്. ശ്രീദേവിയുടെ സഹോദരങ്ങളും മക്കളും പേരക്കുട്ടികളും അടക്കം 11 ആളുകൾ താമസിക്കുന്ന 2 മുറിയുള്ള വീട്. അവിടെ അവർക്ക് പാചകം ചെയ്യാനുള്ള സാഹചര്യമില്ല. വീടിന് തൊട്ടുമുറ്റത്താണ് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ശുചിമുറിയുള്ളത്. ശുചിമുറിയുടെ കാഴ്ചകൾ നമ്മൾ കണ്ടു. അവിടെയൊക്കെ നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ്. അതോടൊപ്പം അതിന് തൊട്ടടുത്താണ് അവർ ഭക്ഷണം പാകം ചെയ്യുന്നത്. മിക്ക വീടുകളിലും വൈദ്യുതിയില്ല. അതോടൊപ്പം രാത്രികാലങ്ങളിലൊക്കെ ഇരുട്ടിൽ തന്നെയാണ് കുട്ടികൾ. മെഴുകുതിരി വെളിച്ചത്തിലൊക്കെയാണ് അവിടെ പഠിക്കുന്നത്. ഒപ്പം വീടിന് മുൻപിലൊക്കെ ഇന്റർലോക്ക് പാകിയിട്ടുണ്ട്. ഈ ശുചിമുറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ, കക്കൂസ് മാലിന്യം ഒഴുകുന്നത് ഈ ഇന്റർലോക്ക് ചെയ്തതിനടിയിലൂടെ ഒരു ചാലിലൂടെയാണ്. ബത്തേരി ടൗണിലേക്കാണ് എന്നാണ് അവർ പറയുന്നത്. ചേരികളിൽ എന്ന പോലെ സമാനമായ രീതിയിൽ ജീവിതം തള്ളി നീക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണത്. ബത്തേരിയുടെ ഉള്ളിലുള്ള മാനിക്കുനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത്. ഇത് നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു കാഴ്ചയല്ല. നമ്മുടെ കേരളത്തിൽ, അതും ശുചിത്വ നഗരം എന്നറിയപ്പെടുന്ന സുൽത്താൻ ബത്തേരിയിൽ കാണപ്പെടുന്ന ദൃശ്യങ്ങളാണ്. മാനിക്കുനി ഉന്നതിയിലെ ദുരിത ജീവിതമാണ് റിപ്പോർട്ടർ TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്കായി, ആദിവാസി വിഭാഗങ്ങൾക്കായി നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടും അവിടുത്തെ മനുഷ്യർ കഴിയുന്ന അവസ്ഥ ഇതാണ്. അവർക്ക് ഓരോരുത്തർക്കും കൊടുത്താൽ പോലും അവർക്ക് മണിമാളിക വയ്ക്കാനുള്ള പണം ഈ സർക്കാരിന്റെ കയ്യിൽ വിവിധ വകുപ്പുകളിലായിട്ടുണ്ട്. അവിടെയാണ് ഇവർ ഈ ദരിദ്ര ജീവിതം നയിക്കുന്നത്. നോക്കൂ, ഒരു വീട്ടിൽ മാത്രം, വീടെന്നൊന്നും പറയാൻ പറ്റില്ല, അതൊരു കൂരയാണ്. ആ കൂരയിൽ അവിടെ ശുചിമുറികളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സമ്പൂർണ്ണ ശുചിത്വ നഗരത്തിന്റെ പിന്നാമ്പുറങ്ങളുടെ കാഴ്ചകൾ നമുക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. വല്ലാത്ത കാഴ്ചകളാണ്. എന്തൊക്കെയാണ് അവിടെ ഇല്ലാത്തത് ദീപക്? അവിടെ ശുചിമുറികളില്ല, വേണ്ടത്ര ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള സംവിധാനങ്ങളില്ല, ഇതൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നരകിക്കുന്ന മനുഷ്യരാണ് അവിടെ. അരുൺകുമാർ, അതായത് 40ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന, തിങ്ങിപ്പാർക്കുന്ന ഒരു ആദിവാസി ഉന്നതിയാണ്. വയനാട്ടിൽ ഇതുപോലൊരു ആദിവാസി ഉന്നതി ഉണ്ട് എന്ന് ഞങ്ങളവിടെ എത്തിയപ്പോഴാണ് വളരെ നടുക്കത്തോടു കൂടി മനസ്സിലാക്കിയത്. ഈ 40 വീടുകളിലുമായി ഏകദേശം 100-ലധികം വരുന്ന ആളുകൾ താമസിക്കുന്നുണ്ട്. കുട്ടികളും പ്രായമായവരും സ്ത്രീകളും ഒക്കെ അവിടെ താമസിക്കുന്നുണ്ട്. അവരൊക്കെ രാവിലെ നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ ഉന്നതിക്ക് തൊട്ട് സമീപത്തുള്ള പറമ്പുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഒക്കെയാണ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനായി പോകുന്നത്. അതാണ് അവരെ ഏറ്റവും അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഒരു വീട്ടിൽ തന്നെ 10-15 ആളുകൾ. ഉന്നതി നഗരസഭയുടെ പരിധിയിൽ വരുന്നതാണോ അരുൺകുമാർ? നഗരസഭയിലെ 24-ാം ഡിവിഷനിൽപ്പെടുന്ന ബത്തേരി നഗരത്തിനകത്തുള്ള ഉന്നതിയാണ് മാനിക്കുനി. മാനിക്കുനി. ആ മാനിക്കുനിയിലുള്ള ഉന്നതിയാണ് ഈ സുൽത്താൻ ബത്തേരി നഗരസഭ ഭരിക്കുന്നത്. LDF ആണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്നിട്ടും സർക്കാരും LDF ആണ്, ബത്തേരിയും നഗരസഭയും അവരാണ്. അതിനുശേഷം അവിടെ നിന്ന് തന്നെ വയനാട്ടിൽ തന്നെ നമുക്കൊരു SC/ST വിഭാഗത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി തന്നെ ഒരു മന്ത്രിയുമുണ്ട്. ആ മന്ത്രിയുടെ ജില്ലയിൽ തന്നെയാണ് ഇങ്ങനെയൊരു ഉന്നതിയുള്ളത്, അല്ലേ ദീപക്? തീർച്ചയായും അരുൺകുമാർ, ആദിവാസി ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ ജില്ലയിൽ നിന്നാണ് ഇത്തരത്തിലൊരു